കുറേ മാസങ്ങളുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് CA എക്സാം പാസ്സായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായതല്ല. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പം ഞാൻ റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ക്ലാസ്സിനാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം ഡിപ്രഷനിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വരെ തീരുമാനിച്ചിരുന്നായിരുന്നു. ആ സമയത്ത് അക്ഷയ് സാറും അതേപോലെയുള്ള അവിടുത്തെ സ്റ്റാഫൊക്കെയാണ് എന്നെ വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അന്ന് കോസ്റ്റിങ്ങിനായിരുന്നു എനിക്ക് വളരെയധികം മാർക്ക് കുറവുണ്ടായിരുന്നത്. പക്ഷേ നെക്സ്റ്റ് അറ്റംപ്റ്റ് പലരുടെയും എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും കൊണ്ടാണ് എഴുതിയത്. അങ്ങനെ ഏത് സബ്ജക്റ്റിനാണോ പോയത് ആ സബ്ജക്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് എക്സംഷനോടുകൂടി തന്നെ പാസ്സാവാൻ നെക്സ്റ്റ് അറ്റംപ്റ്റ് പറ്റി. അതുകൊണ്ട് തന്നെ റിസൾട്ട് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ വീട്ടുകാരും ഒപ്പം ഹാപ്പി ആവുന്നതും അവരും കരയുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ചെയ്ത ഹാർഡ് വർക്കിനും അതേപോലെ തന്നെ പലരുടെ അടുത്തു നിന്നും ഡിമോട്ടിവേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അപ്പോൾ ത്രൂ ഔട്ട് ക്ലാസ്സസ് ആൻഡ് പ്രിപ്പറേഷൻ അലയൻസ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് 1-to-1 അറ്റൻഷൻ ഉണ്ട്. ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോൾ ഒരു ക്ലാസ് തന്നെ 120-130 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഫാക്കൽറ്റീസ് വരുന്നു, പഠിപ്പിച്ചിട്ട് പോകുന്നു, മനസ്സിലായോ ഇല്ലയോ ഒന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഫാക്കൽറ്റിയോട് ഡൗട്ട് ചോദിക്കാം. അവർ ഓരോരുത്തരും, പ്രത്യേകിച്ച് അക്ഷയ് സാറൊക്കെ ആണെങ്കിലും അടുത്ത് വന്ന് മനസ്സിലായോ എന്ന് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിക്കുമായിരുന്നു. ഇവിടെ ലിമിറ്റഡ് സീറ്റാണ് ഉള്ളത്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റുഡൻസ് തന്നെ ആയതുകൊണ്ട് 1-to-1 അറ്റൻഷൻ എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ CA ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാം? CA നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് ടഫ് കോഴ്സാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഇമ്പോസിബിളായിട്ട് ഒന്നല്ല. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും ഒറ്റയടിക്ക് മൊത്തം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് എക്സാമിന് മുന്നേ 1.5 ഡേയ്സേ ഉള്ളൂ. അപ്പം മൊത്തം നമ്മൾ അതിന് മുന്നേ തന്നെ മൊത്തം പ്ലാൻ ചെയ്താൽ മാത്രമാണ് പോർഷൻസ് നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്മാർട്ട് വർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു CA ചെയ്യാൻ എന്നെ അലയൻസിൽ റെക്കമെൻഡ് ചെയ്യും? ഉറപ്പായിട്ടും അലയൻസിനെ റെക്കമെൻഡ് ചെയ്യും. കാരണം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 1-to-1 അറ്റൻഷൻ ഇവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ബെസ്റ്റ് ഫാക്കൽറ്റി പൂൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അലയൻസ് എന്തായാലും റെക്കമെൻഡ് ചെയ്യും.